بسم الله. السلام عليكم. الحمد لله. اللهم صل على محمد وعلى آل محمد. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. اتقوا الله عباد الله. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدث بدعة. أعوذ بالله من الشيطان الرجيم. وما كنت ترجو أن يلقى إليك الكتاب. സൂറത്ത് അസസ് 86-ാമത്തെ വചനത്തിലേക്കാണ് നിങ്ങൾ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. തൊട്ടു മുമ്പ് നാം പാരായണം ചെയ്തു വെച്ച ആയത്തിൻ്റെ ഒരു സുപ്രധാന ഭാഗം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ വിട്ടുപോയി. സമയക്കുറവുകൊണ്ട് പലപ്പോഴും അങ്ങനെ പല വിഷയങ്ങളും ഉപേക്ഷിക്കാറുണ്ട്. പക്ഷേ ഇത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. തൊട്ട് മുമ്പുള്ള ആയത്ത് മുമ്പുള്ള ആയത്ത് ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന എന്ന് തുടങ്ങുന്ന ആയത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് അതിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് ഇന്നല്ലദീ നിശ്ചയമായാതെ ഒരുവൻ ഫറളാക്കിയിരിക്കുന്നു അലൈക്ക പ്രവാചകരെ താങ്കൾക്ക് അൽ ഖുർആനെ. അപ്പോൾ ഈ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഫറളാക്കിയിരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു തന്നിട്ടുണ്ട്, നമുക്ക് മാതൃകയായും കൊണ്ടാണ് അയച്ചിട്ടുള്ളത്. ഇന്ന അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ, മാതൃകാ സാക്ഷിയായും കൊണ്ടാണ് അയച്ചിട്ടുള്ളത്. എല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെയാണ് അയച്ചിട്ടുള്ളത്, മാതൃകാ സാക്ഷികളായി അയച്ചിട്ടുള്ളത്. അള്ളാഹുവിൽ നിന്നും കിട്ടുന്ന നിർദ്ദേശം അനുസരിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ എങ്ങനെയാണോ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി നൽകിക്കൊണ്ടിരിക്കുന്നു അപ്രകാരം കർമ്മങ്ങൾ ചെയ്ത് മാതൃക കാണിച്ചു തരാം. എന്നല്ല വിശുദ്ധ ഖുർആനിൻ്റെ എന്തില്ല ഇങ്ങനെ നമസ്കരിക്കേണ്ടത്, എങ്ങനെ നോമ്പ് വെക്കേണ്ടത്, എന്ന ഹജ്ജ് ചെയ്യേണ്ടത്, എന്ന സക്കാത്ത് കൊടുക്കേണ്ടത് എന്നുള്ളതും മാതൃകയില്ല. അത് വഹി മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുക്കണം. നമസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും കൽപ്പനകളുണ്ട്. പക്ഷെ ആ കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം അത് വഹി മുഖേന അറിയിച്ചു കൊടുക്കണം. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പിൻപറ്റേണ്ടത് നിർബന്ധമാണ് എന്നൊരു കാര്യമാണ് ശ്രദ്ധ. ഖുർആൻ മാത്രം പോരാ, ഹദീസ് മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഖുർആൻ മാത്രം മതി എന്നുള്ള ചിന്താഗതിക്കാർ പഴയകാലത്തുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടായേക്കാം. പക്ഷെ അത് പോരാ, ഹദീസ് മാറ്റി നിർത്തിയാൽ എന്താവുന്നില്ല, പൂർത്തിയാകുന്നില്ല. അപ്പോൾ നമുക്കും അതോടുകൂടി മറ്റൊരു കാര്യം ഫറളാണ്. അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫറളാക്കിയെങ്കിൽ നമുക്കും വിശുദ്ധ ഖുർആൻ അർത്ഥത്തോട് വായിച്ച് പഠിച്ച് അത് അതെങ്ങനെ അവതരിപ്പിച്ചത് അപ്രകാരം വായിച്ച് പഠിച്ചുകൊണ്ട് തന്നെ അത് എൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാഠ്യമാക്കുക, മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള കാര്യം കൂടി നമ്മൾ ഫറളാക്കപ്പെട്ട ഒരു കാര്യമാണ് മനസ്സിലാക്കുക. നമ്മൾ ഫറളായ കർമ്മം നിർവഹിക്കുവാനാണ് നമ്മൾ ഇവിടെ ഇരുന്നിട്ടുള്ളത്. ഇതൊരു സുന്നത്തായ അമലല്ല. 5 നമസ്കാരങ്ങൾ പള്ളിയിൽ വെച്ച് നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ആ നമസ്കാരത്തിൻ്റെ കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഫറളാക്കപ്പെട്ട ഇപ്പോഴേ എന്നാൽ ആരംഭ കാലഘട്ടത്ത് നമസ്കാരം നിർബന്ധമാക്കുന്നതിന് മുമ്പ് 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ ഓതിക്കേൾപ്പിക്കുകയായിരുന്നു. അന്ന് മറ്റൊരു ഫറളുകളും നമുക്ക് നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇത് പിന്നീടാണ് 13-ാമത്തെ വർഷമാണ് ഇസ്രാ മിഅ്റാജ് ഉണ്ടായി 5 നമസ്കാരങ്ങൾ നമ്മൾ നിർബന്ധമാക്കുന്നത്. അപ്പം ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. ഇത് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കേണ്ടത് റമദാൻ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ധാരാളമായി നമ്മൾ എന്ത് ചെയ്യണം, ഈ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. അർത്ഥത്തോടു കൂടിയാണ് പാരായണം ചെയ്യേണ്ടത്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ ഞാനത് വിശേഷിച്ചു നമുക്ക് മറുപടി പറയണമെങ്കിൽ അർത്ഥത്തോടു കൂടി വായിച്ചു പഠിച്ചെങ്കിൽ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പലരും നമ്മൾ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ തന്നെ ഇതിന് തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. എന്താ ഇതിന് കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ എന്തിനു നോമ്പ് നോക്കുന്നു? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നമ്മൾ നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താവുന്നു? നിയന്ത്രണമാണല്ലോ, ഒരു നിയന്ത്രണം. ആ നിയന്ത്രണം എവിടെയല്ലേ? ഉറക്കിലും നമ്മുടെ സ്വന്തം ശരീരത്തെ ഉറക്കിൽ നിന്നും ഒരു നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിനായി നമ്മൾ പരസ്പരം നമ്മൾ സുഹൃത്തുക്കളോടും പിരിഞ്ഞുപോയവരോട് നമ്മൾ ഉപദേശിച്ചു കൊടുക്കേണ്ട നമ്മുടെ ബാധ്യതയാണ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിൽ വരികയാണ്. വമാ കുന്ത തെർജു, പ്രവാചകരെ താങ്കൾ എന്ത് ചെയ്യുന്നില്ല, പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരായിരുന്നില്ല.
ഇലൈക്കൽ കിതാബ്, വേദഗ്രന്ഥം താങ്കൾക്ക് ഇട്ടു തരുന്നതിന്, അതായത് വിശുദ്ധ ഖുർആന്റെ അവതരണം, പ്രവാചകത്വം പോലുള്ള കാര്യങ്ങളൊന്നും ഞാൻ കിട്ടാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയും ആർക്കുണ്ടായിരുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നില്ല. ഇല്ല റഹ്മത്തൻ മിൻ റബ്ബിക, പക്ഷേ എങ്കിലും ഇല്ല റഹ്മത്തൻ മിൻ റബ്ബിക, അതൊക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്, റഹ്മത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്, പ്രവാചകനായി നിയമിച്ചത് എന്നൊക്കെ ചുരുക്കാം. അതുകൊണ്ട് ഫലാ തകൂനന്ന വഹീറൽ കാഫിരീൻ, അത് കാഫിരീങ്ങൾക്ക് എന്ത് ചെയ്യരുത്, പിന്തുണ പ്രഖ്യാപിക്കരുത് പ്രവാചകരെ. വലയസുദ്ദന്നക, താങ്കളെ തടയാതെ നിന്ന് കൊള്ളട്ടെ, ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ആയാത്തുകളിൽ നിന്ന്, ബാദി ഇത് ഉൻസിലത്ത് ഇലൈക, അത് താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം, ഉദ്ഉ ഇലാ റബ്ബിക, നിന്റെ റബ്ബി രക്ഷിതാവിലേക്ക് ക്ഷണിക്കുക, വലാ തകൂനന്ന മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കുകൾ താങ്കൾ പെട്ടുപോകരുത്. വലാ തുദ്ഉ മഅ അല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ മറ്റാരോടും എന്ത് ചെയ്ത് പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥനകളൊക്കെ തന്നെ ആരാധനകളാകുന്നു, ആരാധകർ അള്ളാഹു മാത്രമാകുന്നു. ഇബാദത്താകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാ വൈബിയ നിലക്കുള്ള സഹായഭ്യർത്ഥനകളാണ് ദുആ എന്ന് പറഞ്ഞാൽ. സാധാരണ സൃഷ്ടികൾ പരസ്പരം നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടുമുള്ള ആ സഹായഭ്യർത്ഥനയ്ക്ക് ദുആ എന്ന് പറയില്ല. വൈബിയ നിലക്ക് അദൃശ്യമായ മറഞ്ഞ നിലക്ക് സഹായഭ്യർത്ഥന, അത് ദുആ, അതിന് ദുആ എന്ന് പറയുക. അത് അള്ളാഹുവിനല്ലാതെ മറ്റാരോടും ചെയ്തു പോകരുത് എന്നുള്ളതാണ് അള്ളാഹു താല ആ പറഞ്ഞ ഉദ്ദേശം. അല്ല നീ ദുആ ചെയ്യരുത് അള്ളാഹുവിൻ്റെ കൂടെ ഇലാഹൻ ആഖറ, ഒരു ഇലാഹിനോട്. അപ്പൊ അള്ളാഹുവിൻ്റെ കൂടെ മറ്റാരോടും ദുആ ചെയ്താൽ അത് അവരെ ഇലാഹാക്കുന്നതിൽ തുല്യമാണ്, ഷിർക്കാണ്. ഷിർക്കോടുകൂടി മരണപ്പെട്ടു പോയാൽ ഒരിക്കലും അള്ളാഹു താല നമ്മൾ അമലുകളൊന്നും സ്വീകരിക്കില്ല, എല്ലാം ബാത്തിലാക്കി കളയും, കാലാന്തരം നരകമായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ തൗഹീദ് നേരെ വിപരീതം, ദുആകളും പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും പാപമോചനങ്ങളും ഒക്കെ തന്നെ അള്ളാഹുവിനെ മാത്രമാക്കുക, അതാണ് തൗഹീദ്. ആ തൗഹീദ് ജീവിച്ചുവരിക്കുവാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് മാറട്ടെ. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധകനായ മറ്റാരുമില്ല. കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹഹു, എല്ലാ കാര്യങ്ങളും എല്ലാം സൃഷ്ടിച്ചുണ്ടാക്കിയതാണല്ലോ, അള്ളാഹു സൃഷ്ടിച്ചുണ്ടാക്കിയതാണല്ലോ, അത് മുഴുവനും നശിക്കും. ഇല്ലാ വജ്ഹഹു, എൻ്റെ വജ്ഹ് ഒഴികെ എന്ന് പറയാം, അള്ളാഹു ഒഴികെ എല്ലാം എന്തൊക്കെയുണ്ടോ അതൊക്കെ മുഴുവൻ മലക്കുകളാകട്ടെ, ജിന്നുകളാകട്ടെ, ആകാശരോഗ ഭൂമികളാകട്ടെ, എല്ലാം നശിച്ചു പോകുന്നതാണ്. ലുഹുൽ മുൽക്ക്, അവനായിരിക്കും വിധികർത്തൃത്വം. വൈലൈഹി തുർജഊൻ, അവലേക്കാവുന്നു അടക്കപ്പെടുക. ഈ ബോധം അള്ളാഹു തആല നമുക്ക് ആവർത്തിച്ച് നൽകുന്നുണ്ട്. ഈ ബോധത്തോടു കൂടി വിശദീകരണം ധാരാളം ആവശ്യമാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു വിശദീകരണത്തിന് ഞാൻ ഒരുങ്ങുന്നില്ല. ഹദീസിലേക്ക് ചെറിയൊരു ഹദീസ് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നാം പറഞ്ഞു വന്നിരുന്നത് രാത്രി നമസ്കാരം സംബന്ധിച്ച്, തറാഹുവിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ വിതറിനെ സംബന്ധിച്ച് ഒക്കെയാണല്ലോ പറഞ്ഞു വന്നിരുന്നത്. അപ്പോൾ 11-ലേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടില്ല എന്നുള്ള ബുഖാരിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പള്ളികളൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് രാത്രി ഇശാക്ക് ശേഷം 11 റകഅത്ത് നമസ്കരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായത് അത് എപ്പോഴാണ്? ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുന്നതാണ്. അത് വീട്ടിൽ വെച്ചിട്ട് അങ്ങനെ നമസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠത. അതും കൂടി മനസ്സിലാക്കുക, പഠിപ്പിച്ചു തന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സാധിക്കുകയില്ല, ചെയ്യുകയില്ല എന്ന് കരുതുകയാണെങ്കിൽ ഇശാക്ക് ശേഷം എന്ത് ചെയ്യുന്നു, അത് നമസ്കരിച്ച് വെക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രാധാന്യത്തെ പറ്റി പറയുകയുണ്ടായി. ഇനി നമുക്ക് 11-ലേറെ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല എന്ന ഹദീസിനെ തുടർന്നുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി, അതിനെ സംബന്ധിച്ച് നീ ചോദിക്കേണ്ടതില്ല, അതിന് ഹസ്നെ സംബന്ധിച്ച്, നന്മയെ സംബന്ധിച്ച് ചോദിക്കേണ്ടതുണ്ടായിരുന്നില്ല. അത് വളരെ അധികം നന്നായി സുദീർഘമായിക്കൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിരുന്നത്. 8 റക്അത്തുകൾ എന്ന് മനസ്സിലാക്കത്തക്ക വിശദീകരണം നൽകിയിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ട് പോകുന്നില്ല. പിന്നീട് 3 റക്അത്ത് ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നു, ഒന്ന് ഉറങ്ങും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽബ് ഉറങ്ങുകയില്ല, കണ്ണേ ഉറങ്ങുകയുള്ളൂ. ശേഷമായിരിക്കും ചിലപ്പോഴൊക്കെ 3 റക്അത്ത് നമസ്കരിക്കാറുള്ളത്. അത് 2ആയിട്ടും പിന്നെ 1ആയിട്ടും അങ്ങനെ നമസ്കരിക്കാറുണ്ട്. ചിലപ്പോൾ 3ആയിട്ട് ഒരുമിച്ച് നമസ്കരിക്കാറുണ്ട് സുബ്ഹിക്ക് തൊട്ട് മുമ്പ്. ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ മനസ്സിലാക്കുക. അതോട് ചെറിയ ഹദീസ് കൂടെ മനസ്സിലാക്കി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ലം യദഅ ഖൗല الزور
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, വല്ലവനും കളവായ വർത്തമാനം വൽ അമല ബിഹി, അങ്ങനെ അതേപോലെ കളവായ പ്രവർത്തനങ്ങളും വിശദീകരണം ആവശ്യമില്ല, ഉപേക്ഷയില്ല എങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജ, അല്ലാഹുവിന് ഒരാവശ്യമില്ല അതിന് വെള്ളവും ഭക്ഷണവും ഉപേക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ആവശ്യമില്ല. അങ്ങനെ നോമ്പ് പോറ്റി യാതൊരു കാര്യമില്ല. നമസ്കാരങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് കള്ളപ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ട് കള്ളപ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഹറാമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടുള്ള ഒരുത്തരം നോമ്പ് അള്ളാഹുവിന് ആവശ്യമില്ല. അതുകൊണ്ട് വളരെയധികം നമ്മുടെ കണ്ണുകളും നമ്മുടെ നാക്കുകളും നമ്മൾ വളരെയധികം ചെവികളൊക്കെ സൂക്ഷിക്കേണ്ടതുണ്ട്. റമദാൻ മാസത്തിൽ അല്ലാത്തപ്പോഴും റമദാൻ മാസത്തിലാണ് നമുക്ക് നിയന്ത്രണം ഉണ്ടാക്കുന്നത്. ആ നിയന്ത്രണം എന്ത് ചെയ്യണം? നമ്മൾ അടുത്ത റമദാൻ വരെ ഇൻഷാ അല്ലാഹ് കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, തമാശക്ക് പോലും നമ്മൾ കളവ് പറയുക, കള്ളപ്രവർത്തനങ്ങൾ പറയുക, വഞ്ചിക്കുക പോലുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്തു പോകരുത്. ചെയ്തു പോയാൽ നമ്മൾ നോമ്പ് മുറിഞ്ഞു പോകും എന്നുള്ളതാണ് അല്ലാഹു തആല മുഖേന അറിയിച്ചിട്ടുള്ളതാണ് ഹദീസ്. ഇത്തരം കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് മാറട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم انا نسالك من خير ما سالك نبيك محمد صلى الله عليه وسلم، ونعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم. انت المستعان وعليك البلاغ، لا حول ولا قوة إلا بالله. ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار. അള്ളാഹുവേ, പ്രയാസങ്ങൾ, ഞെരുക്കൾ, ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ധാരാളമായുണ്ട്. വീടുകളിൽ, ആശുപത്രികളിൽ ഞങ്ങൾ രോഗികളായുള്ളവരുണ്ട്, വിദേശത്ത് പോയവരുണ്ട്, പോകാനുള്ളവരുണ്ട്, യാത്ര ചെയ്യേണ്ടവരുണ്ട്. അതുകൊണ്ട് അവർക്കും ഞങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ പലതാണ്. നിനക്കറിയാം തമ്പുരാനെ. അതിൽ നിന്നൊക്കെ തന്നെ ഞങ്ങൾ മോചനം നൽകണമേ തമ്പുരാനെ. ഞങ്ങൾക്ക് നിന്നോടല്ലാതെ മറ്റാരും ദുആ ചെയ്യുവാനില്ല. അതുകൊണ്ട് ഞങ്ങൾ ദുആ നീ സ്വീകരിക്കണമേ. ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله.